ആദ്യം അവർ പറഞ്ഞത് അപകടമുണ്ടാക്കിയത് ഡിഫൻഡർ ആണെന്നാണ്. കാരണം ഡിഫൻഡർ കേരള രജിസ്ട്രേഷൻ ആണ്, ഇൻഷുറൻസും ലൈസൻസും ഉണ്ട്. അപകടം യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയ BMW കാർ അത് തെലങ്കാന രജിസ്ട്രേഷൻ ആണ്. അതിന് ഇൻഷുറൻസ് ഇല്ല എന്ന് പോട്ടെ, റോഡ് ടാക്സ് പോലും ഇല്ല. റോഡ് ടാക്സ് ഇല്ലാത്ത ഒരു വാഹനം ഷോറൂമിന്റെ വെളിയിൽ ഇറക്കാൻ നിയമമില്ല. റോഡ് ടാക്സ് ഇല്ലാത്ത ഈ വാഹനമാണ് അപകടമുണ്ടാക്കിയത്. ഇത് തെലങ്കാനയിൽ രജിസ്റ്റർ ചെയ്ത TS9 UA9 എന്ന രജിസ്ട്രേഷൻ നമ്പറുള്ള വണ്ടിയാണ്. ഈ വണ്ടി 2022 രജിസ്റ്റർ ചെയ്തതാണ്. 2022 മുതൽ ഇത് കോഴിക്കോടുണ്ട്. അരീക്കോട് ഒരു പെട്രോൾ പമ്പ്, ഇവരുടെ ഉടമസ്ഥാവകാശത്തിലുള്ള അരീക്കോട് ഒരു പെട്രോൾ പമ്പിന്റെ ഉദ്ഘാടനത്തിൽ ഒരുപാട് ആഡംബര വാഹനങ്ങൾ കാണിക്കുന്നുണ്ട്. അതിൽ ഈ വണ്ടിയുമുണ്ട്. എന്ന് വെച്ചാൽ ഈ വണ്ടിയുമായി ഈ കല്ലിങ്കൽ മുതലാളിമാർ ഇതിനു മുൻപും റോഡിൽ ഇറങ്ങിയിട്ടുണ്ട്. ടാക്സ് ഇല്ലാത്ത, ഇൻഷുറൻസ് ഇല്ലാത്ത ഈ വണ്ടിയുമായി അവർ മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. ആ വണ്ടിയാണ് അപകടമുണ്ടാക്കിയത്. എന്ന് മാത്രമല്ല, ഇവിടുത്തെ നിയമം എന്താണ്? മറ്റൊരു സ്റ്റേറ്റിൽ രജിസ്റ്റർ ചെയ്തൊരു വണ്ടി ഇവിടെ എത്തിയാൽ 6 മാസത്തിനകം പുതിയ രജിസ്ട്രേഷൻ, ഇവിടുത്തെ രജിസ്ട്രേഷൻ വേണമെന്നാണ്. അത് ചെയ്തില്ല എന്ന് പറഞ്ഞാണ് സുരേഷ് ഗോപിയുടെ പേരിൽ ബഹളം വയ്ക്കുന്നതും കേസെടുക്കുന്നതും അപമാനിക്കുന്നതും. ഇവിടെയാണ് ഈ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇൻഷുറൻസോ ടാക്സോ ഇല്ലാതെ ഇത് അപകടമുണ്ടാക്കി ഇത് വെളിയിലിറക്കി. ഈ ഇൻഷുറൻസും ടാക്സും ഇല്ലാത്ത വണ്ടി ഇടിച്ചാണ് ഈ ആൽവിൻ എന്ന ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടത്. അത് മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി അപകടം ഉണ്ടാക്കിയത് റേഞ്ച് റോവർ ഡിഫൻഡർ ആണ് എന്ന കള്ളക്കഥ പറഞ്ഞു. ഇത് റെക്കോർഡ് ചെയ്തിരുന്ന, ഈ സംഭവങ്ങൾ റെക്കോർഡ് ചെയ്തിരുന്ന ക്യാമറകളും മൊബൈൽ ഫോണും അപ്രത്യക്ഷമായി. ആൽവിന്റെ മൊബൈലിൽ ഇതെല്ലാം റെക്കോർഡ് ചെയ്തിരുന്നു. ആ മൊബൈൽ ഇവരെടുത്ത് മാറ്റി. ഇപ്പോഴും അവരുടെ കയ്യിലില്ല. പോലീസ് എന്നിട്ട് ഇവർ ഒത്താശ ചെയ്യുകയും പോലീസ് ഡിഫൻഡർ ആണ് അപകടമുണ്ടാക്കിയ വാഹനം എന്ന പേരിൽ FIR ഇടുകയും ചെയ്തു. FIR നോക്കുക, FIRൽ വ്യക്തമായി പറഞ്ഞു ഡിഫൻഡർ ആണെന്ന്. എന്നാൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വന്നിട്ട് വാഹന പരിശോധന നടത്തിയിട്ട് പറഞ്ഞു BMWന്റെ ക്രാഷ് കാരിയറിലുള്ള അല്ലെങ്കിൽ ബോണറ്റിലുള്ള പ്രത്യേകതകൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അപകടമുണ്ടാക്കിയത് BMW ആണ്, ഡിഫൻഡർ അല്ല എന്ന് പറഞ്ഞു. അത്തരത്തിൽ അന്വേഷണം നടത്തി. അവിടെയുള്ള ഒരു ചെരുപ്പ് ഹോൾസെയിൽ കടയുണ്ട്. ആ ചെരുപ്പ് ഹോൾസെയിൽ കടയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് ബെൻസ് കാറാണ് അപകടമുണ്ടാക്കിയത്. ഈ ബെൻസ് കാറിന് രജിസ്ട്രേഷൻ ഇല്ല, ടാക്സ് ഇല്ല, ഈ ബെൻസ് കാറിന് ഇൻഷുറൻസ് ഇല്ല തിരിച്ചറിഞ്ഞത്.